Good morning, students. I hope you all are safe. Today we will be starting lesson number 5, The Farmer, His Son and the Donkey. This story is written by Aesop. Aesop lived in ancient Greece over 2500 years ago. His stories have been retold in almost all the major languages in the world. All his stories are very simple and teach a lesson in life. ഈസോപ്പ് സ്റ്റോറീസിൽ ഒരു മോറൽ കാണും, നമുക്ക് പഠിക്കാനായിട്ടൊരു ലെസൺ കാണും. ഹാവ് യു എവർ റെഡ് എ സ്റ്റോറി വിത്ത് എ മോറൽ? യെസ്, ഓഫ് കോഴ്സ്. എ മോറൽ ഈസ് എ ലെസൺ ദാറ്റ് വി ലേൺ ത്രൂ ദ സ്റ്റോറി. നമ്മൾ മോറൽസ് ഉള്ള സ്റ്റോറീസ് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടില്ലേ? മോറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന സ്റ്റോറിക്കകത്തു നിന്ന് നമുക്കൊരു ലെസൺ കാണും പഠിക്കാൻ. അതിനെയാണ് മോറൽസ് എന്ന് പറയുന്നത്. ഈസോപ്പ് ഫേബിൾസ് ഈസ് എ കളക്ഷൻ ഓഫ് സ്റ്റോറീസ് വിത്ത് മോറൽസ്. ഫേബിൾസ് മീൻസ് ഇറ്റ്സ് അബൌട്ട് ആൻ ആനിമൽസ്. ഫേബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനിമൽസിനെ കുറിച്ചുള്ള സ്റ്റോറി. ഈസോപ്പ് സ്റ്റോറീസിലെ ആനിമൽസിനെ കുറിച്ചുള്ള സ്റ്റോറീസ് ആണ്. അതിനകത്ത് ആ സ്റ്റോറിക്കകത്ത് നമുക്ക് പഠിക്കാനൊരു മോറൽസ് കാണും. ലെറ്റ്സ് സ്റ്റാർട്ട്. One day, a farmer and his son were going to the market with the donkey to sell it. The donkey plodded on in front while the farmer and his son walked behind. They had gone just a short distance when a woman called out to them, "Why are you both walking? Your son could ride on the donkey." The farmer told his son to get on the donkey and they went on the way. One day, a farmer and his son were going to the market with the donkey to sell. ഒരു ദിവസം ഫാർമറും ഒരു കൃഷിക്കാരനും അദ്ദേഹത്തിൻ്റെ മകനും കൂടെ ഡോങ്കിയെ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാനായിട്ട് അവർ പോവുകയാണ്. The donkey plodded on in front while the farmer and his son walked behind. Plodded means walked slowly. ഈ ഡോങ്കി വളരെ സാവകാശമാണ് നടക്കുന്നത്. ഈ ഫാർമറും മകനും ഇങ്ങനെ ഡോങ്കിയും കൂടെ 3 പേരും കൂടെ ഇങ്ങനെ മാർക്കറ്റിലോട്ട് പോവാണ്. They had gone just in a short distance when a woman called out to them, "Why are you both walking? Your son could ride on the donkey." അപ്പോൾ ഇവരിങ്ങനെ നടന്നു പോയപ്പം കുറച്ച് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ അവിടെ നിൽക്കുന്നു. അവർ വിളിച്ചിട്ട് ചോദിച്ചു, "Why are you both walking?" നിങ്ങളെന്താണ് രണ്ടുപേരും നടക്കുന്നത്? "Your son could ride on the donkey." നിങ്ങളുടെ മകനെ ആ ഡോങ്കിയുടെ പുറത്തോട്ട് ഇരുത്തിയിട്ട് നിങ്ങൾക്ക് യാത്ര ചെയ്തോ? രണ്ടുപേരും കഷ്ടപ്പെട്ട് നടക്കേണ്ട ആവശ്യമുണ്ടോ? The farmer told his son to get on the donkey and they went on the way. ഇവര് അപ്പോൾ ഇത് കേട്ടിട്ട് ഈ ഫാർമർ മകനെ പിടിച്ച് ആ ഡോങ്കിയുടെ പുറത്തിരുത്തിയിട്ട് ഇവരിങ്ങനെ നടന്നു പോവുകയാണ്. When they had walked a little further, some old man shouted to them, "Why is that young boy riding while his farmer walking? It's horrible. Young people are not thoughtful nowadays." Quickly, the farmer told his son to get down and he climbed on the donkey. They had not been going for very long when 2 old women shouted at them, "Look at that selfish farmer on the donkey while his poor son trails behind." Once again, when they had walked a little further, some old men shouted to them. മകനെ ഡോങ്കിയുടെ പുറത്തിരുത്തി ഇവർ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രായമുള്ളൊരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, "Why is that young boy riding while his farmer walking? It's horrible." പ്രായമുള്ള ഈ നിങ്ങളുടെ പിതാവിനെ നടത്തിയിട്ട് ഈ ചെറിയ പയ്യൻ എന്തിനാ ഇത് ഡോങ്കിയുടെ പുറത്ത് കയറ്റിയിരുത്തിയിരിക്കുന്നത്? Young people are not thoughtful nowadays. Thoughtful means showing that you think about and care for others. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് പ്രായമുള്ളവരെ കുറിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് യാതൊരു കൺസിഡറും ഇല്ല, അവരെ കെയർ ചെയ്യുന്നില്ല. അതുകൊണ്ടല്ലേ ആ ഫാദറിനെ നടത്തിയിട്ട് ഈ മകൻ ഇതിൻ്റെ പുറത്ത് കയറിയിരിക്കുന്നത്.
Quickly, the farmer told his son to get down and climb down the donkey. ഇത് കേട്ടോണ്ട് വേഗം ആ ഫാർമർ മകനോട് ഇറങ്ങാൻ പറഞ്ഞിട്ട് ഫാർമർ ആ ഡോങ്കിയുടെ പുറത്ത് കയറിയിരുന്നു. They had not been going for very long when two old women shouted at them, "Look at that selfish farmer on the donkey while his poor son trails behind." ഇവര് ഫാർമർ ആ ഡോങ്കിയുടെ പുറത്ത് കയറിയിരുന്നു, മകൻ നടക്കുകയാണ്. ഇവരിങ്ങനെ കുറച്ചങ്ങോട്ട് ഡിസ്റ്റൻസ് ചെന്ന് കഴിഞ്ഞോണ്ടേ അവിടെ രണ്ട് സ്ത്രീകൾ നിൽക്കുന്നുണ്ട്. അവരിത് കണ്ടിട്ട് വിളിച്ചു പറയും, ലുക്ക് അറ്റ് ദാറ്റ് സെൽഫിഷ് ഫാർമർ. ആ സെൽഫിഷായ മനുഷ്യൻ, സെൽഫിഷ് മീൻസ് എ പേഴ്സൺ ഹു കേഴ്സ് ഓൺലി അബൌട്ട് ഹിംസെൽഫ് റാദർ ദാൻ അബൌട്ട് അതർ പീപ്പിൾ. സെൽഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സ്വയമേ മറ്റുള്ളവരെ ഒട്ടും കെയർ ചെയ്യാതെ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ആള്. ആ സെൽഫിഷായിട്ടുള്ള ഫാർമർ കണ്ടോ ആ മനുഷ്യന് ആ ഡോങ്കിയുടെ പുറത്ത് കയറിയിരിക്കുന്നത്. ആ പാവം പയ്യന് നടക്കുകയാണ്. Look at that selfish farmer on the donkey while his poor son trails behind. Trails means walking with heavy footstep as if tired. നമ്മള് കുറച്ച് നടന്നു കഴിയുമ്പോൾ ടയേർഡ് ആയി കഴിയുമ്പോൾ നമ്മുടെ കാലൊക്കെ ഒന്ന് മുമ്പോട്ട് വെക്കാൻ ബുദ്ധിമുട്ടല്ലേ, അപ്പം നമ്മൾ കുറച്ച് പുതുക്കെ പോകത്തില്ലേ. അപ്പം ആ ഫാർമറിൻ്റെ മകൻ കണ്ടോ വളരെ ബുദ്ധിമുട്ടി ഓരോ സ്റ്റെപ്സും വെക്കുന്നു. അവൻ നടന്ന് ക്ഷീണിച്ചു. പക്ഷെ ആ പിതാവ്, ആ ഫാർമർ അതിൻ്റെ ഡോങ്കിയുടെ മുകളിൽ നിൽക്കുകയാണ്. അവിടെ നിൽക്കുന്ന ലേഡീസ് പറഞ്ഞു, Signing, the farmer told his son to get up behind him and they went on their way. Signing means taking a deep breath. ഇത് കേട്ടപ്പോൾ ആ ഫാർമർ ഒരു ഡീപ് ബ്രത്ത് എടുത്ത്, നമ്മളിങ്ങനെ ദീർഘനിശ്വാസം വിടുക എന്നൊക്കെ പറയത്തില്ല, അതുകൂട്ട് ഫാർമർ ഒരു ഡീപ് ബ്രത്ത് എടുത്തിട്ട് മകനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീയും എൻ്റെ ബാക്കിലോട്ട് കയറിയിരുന്നു. അങ്ങനെ ആ ഫാർമറും ആ മകനും ഡോങ്കിയുടെ പുറത്തിരിക്കുകയാണ്. A little further along the road they met a gang of boys. ഇവര് കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കുറെ ബോയ്സ് നിൽക്കുന്നുണ്ട്, ഗാങ്സ്റ്റേഴ്സ്, ആൺകുട്ടികൾ നിൽപ്പുണ്ട്, ബോയ്സ് നിൽപ്പുണ്ട്. The boys had fun of the farmer and his son. Look at you monsters, you are making the poor donkey carry such a heavy burden. You should carry the donkey, they said. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ബോയ്സിന്, ഈ ഗാങ്സ്റ്റേഴ്സിന് ഒരു രസം തോന്നി. അവരുടനെ പറഞ്ഞു, ലുക്ക് അറ്റ് യു മോൺസ്റ്റർ. മോൺസ്റ്റർ മീൻസ് ക്രൂവർ പേഴ്സൺ. ക്രൂരനായ ആ മനുഷ്യൻ കണ്ടോ, ആ മനുഷ്യനും അദ്ദേഹത്തിന്റെ മകനും കൂടെ ആ ഡോങ്കിയുടെ പുറത്ത് കയറിയിരിക്കുകയാണ്. രണ്ടുപേർക്കും ഭയങ്കര വെയിറ്റ് ആണ്. ആ ഡോങ്കി വളരെ ടയേർഡാണ്. നിങ്ങളാണ് ആ ഡോങ്കിയെ ക്യാരി ചെയ്തുകൊണ്ട് നടക്കേണ്ടത്, അല്ലാതെ നിങ്ങളെ അല്ല ഡോങ്കി ക്യാരി ചെയ്യേണ്ടത്. You are making the poor donkey carry such a heavy burden. You should carry the donkey, they said. നിങ്ങളാണ് ഡോങ്കിയെ ക്യാരി ചെയ്യേണ്ടത്, ഡോങ്കിയെ തോളിൽ വെച്ചുകൊണ്ട് നടക്കേണ്ടത്, ആ ഗാങ്സ്റ്റേഴ്സ് പറഞ്ഞു. Now the farmer made the donkey lie down. Then he tied the animal's feet together. ഇത് കേട്ടപ്പോൾ ആ ഫാർമറും മകനും ആ ഡോങ്കിയുടെ പുറത്തു നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ആ ഡോങ്കിയുടെ രണ്ട് കാലുകളും കെട്ടി, കയറുകൊണ്ട് ഇങ്ങനെ ചെറുക കെട്ടി. He got a long pole, put it between the donkey's leg and he and his son carried the donkey upside down. ഈ പിക്ചറിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കാണാം. ഇതുകൂട്ട് ഒരു കമ്പെടുത്തിട്ട് ആ ഡോങ്കിയുടെ കാല് കെട്ടിയിട്ട് തല കീഴെ, ഡോങ്കിയുടെ തല താഴെ കിടന്ന് കാല് മുകളിലും വരത്തക്കൊണ്ട് ഇതിനെ കെട്ടിയിട്ട് കമ്പ് രണ്ടും ഫാർമറും അദ്ദേഹത്തിന്റെ മകന്റെയും തോളിൽ ആ കമ്പ് വെച്ച് ഇങ്ങനെ ഇവർ ആ ഡോങ്കിയെ ക്യാരി ചെയ്യുകയാണ്. The donkey was heavy. As they came to the bridge, the farmer stumbled and fell. ഡോങ്കിക്ക് ഭയങ്കര വെയിറ്റ് ആണ്. ഇവര് കുറച്ച് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര വെയിറ്റ് ആണ്. അവരൊരു ബ്രിഡ്ജിൽ, ഒരു പാലത്തിലോട്ട് കയറി. ബ്രിഡ്ജിൽ കയറി കഴിഞ്ഞപ്പം ഈ ഫാർമറിന്റെ കാലിന്റെ ബാലൻസ് പെട്ടെന്ന് ഒന്ന് തെറ്റി. സ്റ്റംബിൾഡ് മീൻസ് ലോസ്റ്റ് ബാലൻസ് വൈൽ വാക്കിംഗ്. നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ കാല് തെന്നിപ്പോകത്തില്ല, അതുകൂട്ട് ഈ ഫാർമറിന്റെ കാല് തെന്നി. അദ്ദേഹം പെട്ടെന്ന് വീണപ്പോൾ എന്ത് സംഭവിച്ചു? ഡോങ്കിയും കയ്യിൽ നിന്ന് പോയി. The donkey slipped into the river and soon he drowned. കയ്യിൽ നിന്ന് പെട്ടെന്ന് ബാലൻസ് തെറ്റിയപ്പോൾ ഡോങ്കിയും കയ്യിൽ നിന്ന് പോയി. ഡോങ്കി വേഗം വെള്ളത്തിൽ മുങ്ങി. The farmer said sadly,
For now on, I will make up my own mind about the right things to do. You can't please all the people all the time. ഇത് കണ്ട് വളരെ വിഷമിച്ചു. ആ ഡോങ്കി വെള്ളത്തിൽ മുങ്ങിപ്പോവുകയാണ്. ഇത് കണ്ട് വളരെ വിഷമിച്ചിട്ട് ആ ഫാർമർ പറയുവാണ്, നമ്മൾ സ്വയമേ നമ്മൾ തീരുമാനം എടുക്കണം. നമ്മുടെ മുമ്പിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരും, അല്ലെങ്കിൽ ഒരുപാട് അഭിപ്രായങ്ങൾ വരും. ഓരോരുത്തരും കണ്ടപ്പോൾ, ഇപ്പോൾ ഗാങ്സ്റ്റേഴ്സ് കണ്ടപ്പോൾ, ഓൾഡ് മാൻ കണ്ടപ്പോൾ, വുമൺ കണ്ടപ്പോൾ ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. അങ്ങനെ നമുക്ക് ഒരുപാട് അഭിപ്രായങ്ങൾ വന്നാലും നമ്മൾ തന്നെ ഡിസിഷൻ എടുക്കണം. ടു ചൂസ് ആൻഡ് ഡിസൈഡ് ബിറ്റ്വീൻ ദ ഡിഫറെൻറ്റ് ഓപ്ഷൻസ്. ഒരുപാട് ഓപ്ഷൻസ് വരും, പക്ഷെ നമ്മൾ അതിനകത്തുനിന്ന് ചൂസ് ചെയ്ത് നമ്മൾ തന്നെ ഒരു ചോയ്സ് എടുക്കണം, നമ്മൾ തന്നെ ഒരു ഡിസിഷൻ എടുക്കണം. യു കാൺട്ട് പ്ലീസ് ഓൾ ദ പീപ്പിൾ ഓൾ ദ ടൈം. നമുക്ക് എല്ലാവരെയും എപ്പോഴും ഹാപ്പി ആക്കാൻ പറ്റത്തില്ല. പ്ലീസ് മീൻസ് മേക്ക് സമ്മൺ ഹാപ്പി. മറ്റുള്ളവരെ എപ്പോഴും ഹാപ്പി ആക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പം നമ്മൾ തന്നെ ഒരു ഡിസിഷൻ എടുക്കണം. അങ്ങനെ ഒരു ഡിസിഷൻ ആ ഫാർമർ തന്നെ എടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കത്തില്ലായിരുന്നു. സോ ദ മോറൽ ഓഫ് ദ സ്റ്റോറി ഈസ് it is best to make your own decision and not try to please everyone. മറ്റുള്ളവരെ നമ്മൾ പ്ലീസ് ചെയ്യാനല്ലേ, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നോക്കാതെ നമ്മൾ തന്നെ ഡിസിഷൻ എടുക്കുക. The summary of the story is, ഞാൻ ജസ്റ്റ് ആ ഒരു സ്റ്റോറിയുടെ സമ്മറി ഒരു പ്രാവശ്യം കൂടെ പറയാം. A farmer and his son went on the way to the market to sell their donkey. Many people saw them walk and gave their ideas. ഒരുപാട് ആൾക്കാർ പല ഐഡിയാസ് പറഞ്ഞു. One person said the son should ride the donkey. One said the farmer should ride the donkey, and one said they should carry the donkey together. ഒരാൾ പറഞ്ഞു മകനെ പുറത്തിരുത്തി കൊണ്ടുപോവുക, അടുത്ത ആൾ പറഞ്ഞു മകൻ നടന്നു കഴിഞ്ഞു ആ ഫാർമർ ഡോങ്കിയുടെ പുറത്തിരിക്കുക, അടുത്തൊരാൾ പറഞ്ഞു രണ്ടു പേർക്കും അതിൻ്റെ പുറത്തിരിക്കുക. അത് കഴിഞ്ഞപ്പം പറഞ്ഞു നിങ്ങളാണ് ആ ഡോങ്കിയെ ക്യാരി ചെയ്യേണ്ടതല്ല, ഡോങ്കിയല്ല നിങ്ങളെ ക്യാരി ചെയ്യേണ്ടത്. They listened to everybody, but in the end the donkey fell in a river or drowned. അവസാനം എല്ലാവരും പറയുന്നത് കേട്ട് ഡോങ്കിയെ ചുമന്നുകൊണ്ട് നടന്നു കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? ഡോങ്കി മുങ്ങിപ്പോവുകയാണ് ചെയ്തത്. The farmer realized that it is best to make your own decision and not try to please everyone. ഫാർമറിന് മനസ്സിലായി നമ്മൾ തന്നെ ഡിസിഷൻ എടുക്കണം, മറ്റുള്ളവരെ എപ്പോഴും ഹാപ്പി ആക്കാൻ നമുക്ക് പറ്റത്തില്ല. So what was the moral of this lesson? We have to take the decisions ourselves. നമ്മൾ തന്നെ തീരുമാനം എടുക്കണം, ഡിസിഷൻ എടുക്കണം. Children, I hope this chapter is clear to you. See you next class. Thank you.